ബ്രദർ ഷിബു പിടിയേക്കലിനെ ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. ആദ്യം തന്നെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഈ ഓഡിറ്റോറിയത്തിൽ എന്നെ കാണുന്ന എല്ലാ ബ്രദറൻ വിശ്വാസികളോടും ഞാൻ ഒരു ക്ഷമ പറയുകയാണ്. എൻ്റെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമ്മൾ മലയാളികളുടെ ഇടയിലൊരു പതിവുണ്ട്, എല്ലാം ഗോപ്യമായി വെക്കും. ഒരാൾക്ക് ക്യാൻസർ ആണെങ്കിൽ അയാളോട് പറയത്തില്ല, അയാൾ മരിച്ചാലും പറയത്തില്ല. മലയാളികളുടെ ഒരു സ്വഭാവം. പെന്തക്കോസ്തുകാരുടെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഭൂതത്തിലാണെന്ന് പല ബ്രദറൻ വിശ്വാസികൾക്ക് ഒരു ധാരണയുണ്ട്. ബ്രദറൻകാർക്ക് ആത്മാവില്ലാത്ത ഒരു കൂട്ടരാണെന്ന് പെന്തക്കോസ്തുകാർക്കും ധാരണയുണ്ട്. ഇവർ തമ്മിൽ കണ്ട വർത്തമാനം പറയും, കൈ കൊടുക്കും, പക്ഷേ ഇവരൊരിക്കലും പരസ്പരം ഇത് പറയത്തില്ല. ഞാൻ വിശ്വസിക്കുന്ന കാര്യം അങ്ങ് പറഞ്ഞു പോയി. ഞാനൊരു ശുദ്ധനാണ്, കോട്ടയംകാരനാണ്. നമ്മുടെ ചെമ്പോലയുടെ പ്രസംഗം തകർത്തു വാരി. എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. പിന്നെ പാമ്പാടിക്കാരനായതുകൊണ്ട് എനിക്ക് അങ്ങ് അഭിമാനമായി. എൻ്റെ അമ്മയോട് പാമ്പാടില്ല, അതുകൊണ്ട് പാമ്പാടിക്കാരനാണല്ലോ തകർക്കുന്നതെന്ന് ഓർത്തു. വെരി ഗുഡ് പ്രസംഗമായിരുന്നു. അദ്ദേഹം ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തു. താൻ വേദപണ്ഡിതൻ, അത് നന്നായി. വേദപണ്ഡിതനല്ല എന്നൊരു മുൻകൂർ ജാമ്യം അങ്ങ് എടുത്തു. പിന്നെ അദ്ദേഹം ബന്ധുമിത്രാദികളോടൊക്കെ ക്ഷമ ചോദിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ട് പെന്തക്കോസ്തുകാരുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ചെയ്തില്ല. പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ എനിക്ക് വെളിപ്പെട്ടപ്പോൾ ഞാൻ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാൻ പോയില്ല. പെന്തക്കോസ്തുകാരൻ അമ്മാച്ചനാണെങ്കിലും ബ്രദറുകാരൻ അളിയനാണെങ്കിലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ദൈവം എനിക്ക് വെളിപ്പെടുത്തത് ഞാൻ പറയും. എൻ്റെ വളരെ അടുത്ത ബന്ധുക്കൾ ബ്രദറുകാരുണ്ട്, വളരെ അടുത്ത സ്നേഹിതരുണ്ട്. എങ്കിലും ആ സത്യം. പിന്നെ പിശാചിനാൽ നയിക്കപ്പെടുന്നു പറഞ്ഞാൽ അത്ര മോശം കാര്യമൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കുന്ന പിശാച് അത്ര ഡീസൻ്റ് അല്ലാത്ത ആളൊന്നുമല്ല. നല്ല ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ഡീസൻ്റായിട്ട് ജ്യൂസും കുടിച്ച് മട്ടുപ്പാവിൽ ഒരാളിരിക്കുക. താഴെ വേർത്ത് കുളിച്ച് ഒരു ചെറിയ കോട്ടൺ തുണി ദേഹത്തിട്ട് ഇട്ടാലിട്ടു ഒരുമാതിരി ഭ്രാന്തനെ പോലെ ഒരുത്തൻ ചാടുക. കണ്ടാൽ ആർക്കാ ഭൂതം ഉണ്ടെന്ന് തോന്നുന്നു? മട്ടുപ്പാവിലിരിക്കുന്ന മീക്കളിനാണോ വഴിയിൽ കിടന്ന് ചാടുന്ന ദാവീദിനാണോ ഭൂതം ഉണ്ടെന്ന് തോന്നുന്നത്? നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ മീക്കൾ നല്ല ഒരാളും ദാവീദ് ഭൂതവാദിനാന്ന് തോന്നും. അതുകൊണ്ട് പെന്തക്കോസ്തുകാർക്കാണോ ഭൂതം, ബ്രദറുകാർക്കാണോ ഭൂതം? ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം. അപ്പോൾ ഈ ഭൂതം നയിക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല ഡീസൻറ്റ് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഡീസൻ്റായിട്ട് നടക്കുന്നതുകൊണ്ട് ആത്മാവുണ്ടെന്നൊന്നും വരുന്നില്ല. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്താണെന്ന് എനിക്കുള്ള ബോധ്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ആ പ്രസംഗം ഒരിക്കലും ഞാൻ ബ്രദറുകാരെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞതല്ല. ഒരു ക്ലോസ്ഡ് ഓഡിയൻസിൽ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞതാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു പ്രസംഗമാണ്, അടുത്ത കാലത്ത് എങ്ങും പറഞ്ഞതല്ല. അത് ഏതോ ഒരു കുബുത്തി കളി അടുത്ത കാലത്ത് ആ ഭാഗം മാത്രം മുറിച്ചെടുത്തൊരു വിവാദം ഉണ്ടാക്കിയതാണ്. അതാണ് സംഭവിച്ചത്, അല്ലാതെ ഞാൻ നിങ്ങളെ അറ്റാക്ക് ചെയ്തതല്ല. പിന്നെ നമ്മുടെ ചെമ്പോലച്ചായൻ പറഞ്ഞു, ആരും ഇത് കേട്ട് ബ്രദറിലേക്ക് വരരുതെന്ന്. കാരണം അതിനകത്ത് നിൽക്കുന്നതിന് ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് തന്നെ അറിയാം. അതുകൊണ്ട് ആത്മപ്രാവണത്തിനായിട്ട് കാത്തിരിക്കണമോ? പരിശുദ്ധാത്മാവ് എന്നേക്ക് കൂടി ഉണ്ട്. അത് നല്ലൊരു പോയിന്റാണ്. പരിശുദ്ധാത്മാവ് ഉണ്ട്, വന്നു, ഇനി തിരിച്ചു പോകത്തില്ല, അതുകൊണ്ട് ഇനി കാത്തിരിക്കണ്ട. പരിശുദ്ധാത്മാവ് ആരാ? Is he God? Omnipotent, omniscient, almighty, all-knowing God ആണോ? അങ്ങനെയാണെങ്കിൽ ദൈവവചനം പറയുന്നു, നിന്റെ ആത്മാവിനെ വിട്ട് ഞാൻ എവിടേക്ക് പോകും? നിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ എവിടെ പോയി ഒളിക്കും? ഞാൻ എവിടെ ചെന്നാലും ആത്മാവേ നീ അവിടെ ഉണ്ടല്ലോ. സോ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയായ ദൈവമാണ്, സ്വർഗത്തിലും ഭൂമിയിലും. പിന്നെ വന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ് അവിടുന്ന് വന്നു. ഇപ്പം ഇവരെല്ലാം പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് വന്നു, പിന്നെ പോയില്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയായ ദൈവമാണ്. പിന്നെ വന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അല്ല വന്നത്, അത് ഇവരെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുന്നത്, ഇനി കാത്തിരിക്കേണ്ടെന്ന് പറയുന്നത് അബദ്ധമാണ്. വ്യക്തിപരമായി കാത്തിരിക്കുക തന്നെ വേണം. പരിശുദ്ധാത്മാവ് അന്ന് യെരുശലേമിൽ വന്നതുകൊണ്ട് ഇന്ന് കാത്തിരിക്കേണ്ടെന്ന് പറയുന്ന കാര്യമില്ല. നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ നീ കാത്തിരിക്കണം. അല്ലാതെ പരിശുദ്ധാത്മാവ് വന്നത് പെന്തക്കോസ്തിനല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. പരിശുദ്ധാത്മാവ് സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവമാണ്.
അതെല്ലായിടത്തും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. ദാവീദിന്റെ കാലത്ത് പറഞ്ഞത് എല്ലായിടത്തും നിന്റെ ആത്മാവുണ്ട്. ഞാൻ എവിടെയാണ് ഒളിച്ചു പോകുന്നത്? ഒരിക്കലും ഒളിച്ചു പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് സർവ്വവ്യാപിയായ ദൈവമാണ്. പിന്നെ പറഞ്ഞു, നാം വീണ്ടും ജനിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ട് വീണ്ടും ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവശ്യമില്ല. വെരി ഗുഡ് പോയിന്റ്, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിലാണ് ജനിച്ചത്. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിലാണ് മുതിർന്ന്, ആത്മാവിൽ അവൻ മുതിർന്നു. യേശു പരിശുദ്ധാത്മാവിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്. നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തി. യേശു പരിശുദ്ധാത്മാവിലാണ് മരിച്ചത്, നിത്യാത്മാവിനാൽ തന്നെ ഏൽപ്പിച്ചു. യേശുവിനെ ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. റോമാലേഖനം 8, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ്. യേശു ആത്മാവിൽ എടുക്കപ്പെട്ടു എന്ന് തിരുവെഴുത്തിൽ പറയുന്നു. അപ്പോൾ അവൻ ആത്മാവിൽ ജനിച്ചു, ആത്മാവിൽ ജീവിച്ചു, ആത്മാവിൽ പ്രവർത്തിച്ചു, ആത്മാവിൽ മരിച്ചു, ആത്മാവിൽ ഉയർത്തു. ആത്മാവിൽ എടുക്കപ്പെട്ട ആ യേശുവിന് അഭിഷേകം ആവശ്യമായിരുന്നു. വേദപുസ്തകം പറയുന്നു, നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും അഭിഷേകം ചെയ്തു. അപ്പൊ യേശുവിന് വേറൊരു അഭിഷേകം ആവശ്യമായിരുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായ മറിയത്തിൽ നിന്നാണ് യേശു ജനിച്ചത്. ആ യേശുവിനെ വീണ്ടും അനോയിന്റ് ചെയ്തെങ്കിൽ, ഒന്ന് വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇനി ആത്മാവിനായി കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നത് ഒരബദ്ധമാണ്. അത് പിശാച് കണ്ണുകെട്ടിയിരിക്കുകയാണ്. കാരണം വേദപുസ്തകം പറയുന്നു, God of this world has blinded the minds of unbelievers. ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന പിശാച് കുരുടാക്കും കണ്ണുകൾ. അതേ ഞാൻ പറഞ്ഞ പിശാച് നിങ്ങളുടെ കണ്ണ് കെട്ടിയിരിക്കുന്നല്ല, നിങ്ങളോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞല്ല. ഈ ഭാഗം വേദപുസ്തകം വായിച്ചെന്ന് വെച്ച് കാണണമെന്നില്ല, ഈ ഭാഗം അങ്ങനെയാണ് പറയുന്നത്. ഒരു പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക, പരിശുദ്ധാത്മാവിനെ ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാപിക്കുക. യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നുണ്ട്, പുതിയ ഹൃദയം നൽകുന്നതിനെ പറ്റിയും നിർമ്മല ജലം ഞാൻ നിങ്ങളുടെ മേൽ തളിക്കുമെന്നും. അങ്ങനെ ആ റീബർത്തിനെ കുറിച്ചുള്ള പഴയ നിയമ പ്രവചനം കൊണ്ട് യെരമ്യാ പ്രവചനത്തിലുണ്ട്. എന്നാൽ ആ വാക്യങ്ങളൊന്നും അല്ല പെന്തക്കോസ്ത് നാളിൽ പത്രോസ് ഉദ്ധരിച്ചത്. പത്രോസ് സ്പെസിഫിക് ആയിട്ട് ഉദ്ധരിച്ചത് യോവേൽ പ്രവാചകന്റെ വാക്കാ. യോവേൽ പ്രവാചകൻ വീണ്ടും ജനനത്തെക്കുറിച്ച് അല്ല പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിപ്പെടുത്തുന്ന അനോയിന്റിങ്ങിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പത്രോസ് പറയാണ്, നിങ്ങൾ ഈ കാണുന്നത് എന്താണെന്നറിയാമോ? യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. യോവേൽ പ്രവാചകൻ പറഞ്ഞതും യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞതും. പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ അനുഭവമാണ് ശക്തിപ്പെടുത്തുന്ന അനുഭവം. അതാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയോ, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ മേൽ ഊതിയിട്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. അപ്പൊ അത് ഏറ്റില്ലേ? ഒരു ചോദ്യമാണ്. യേശു അവരുടെ മേൽ ഊതി, എന്നിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. അത് നടന്നോ ഇല്ലയോ? എന്നിട്ട് പിന്നെ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിപ്പീൻ. അപ്പൊ എന്ത് ചെയ്തു? പെന്തക്കോസ്ത് നാൾ വന്നപ്പോ കൊടിയ കാറ്റടിക്കുന്നത് പോലെ. അപ്പൊ പരിശുദ്ധാത്മാവ് രണ്ട് രീതി വരും, ഊതിയതുപോലെ വരും, കൊടിയ കാറ്റടിക്കുന്നത്. ഇവിടെ ഊതിയ പോലെ ബ്രദറൻ സഹോദരന്മാരെ വന്നിട്ടുണ്ട്, പെന്തക്കോസ്തുകാരുടെ മേൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെ വന്നിട്ടുണ്ട്. അതാണ് ആ വ്യത്യാസം. പെന്തക്കോസ്തിൽ എല്ലാവരുടെയും മേലൊന്നും അല്ല, പെന്തക്കോസ്തിൽ കുറേ ബ്രദറുകാരിരിപ്പുണ്ട്. അപ്പോൾ പെന്തക്കോസ്തിൽ കൊടിയ കാറ്റിൻ്റെ അനുഭവമുള്ളവരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ കൊടിയ കാറ്റിൻ്റെ അനുഭവത്തിലേക്ക് വരണം. കഴുത്തോളം വെള്ളം പൊങ്ങിയില്ലെന്ന് നമ്മുടെ ചെമ്പോലച്ചായം പറഞ്ഞപ്പോൾ എനിക്ക് തമാശ. നീന്തിയിട്ടല്ലാതെ കിടക്കാൻ പാമ്പാടിയിലൊക്കെ വെള്ളമില്ലേ? അപ്പം നീന്തിയിട്ടല്ലാതെ കിടക്കാൻ വരുമ്പോൾ കഴുത്തോളമൊക്കെ വെള്ളം വരും, അല്ലാതെ കഴുത്തോളം വെള്ളം വരാതെ അല്ലല്ലോ. അപ്പം അതുകൊണ്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ദൈവം ആത്മാവിനെ അല്പാൽപമായി നിറയ്ക്കുന്നതല്ല. അത് നമ്മുടെ പാസ്റ്റർ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു. അടുത്ത് പറയാം, എഫേസ്യ ലേഖനത്തിൽ അന്യഭാഷയെക്കുറിച്ച് പറയുന്നില്ല, റോമാ ലേഖനത്തിൽ അന്യഭാഷയെക്കുറിച്ച് പറയുന്നില്ല. ഇതൊക്കെയാണ് ഒരു ആരോപണം. അതുകൊണ്ട് അതിന് പ്രാധാന്യമില്ലെന്നാണോ? അങ്ങനെയാണെങ്കിൽ കർത്തൃമേശയെ പറ്റി കൊരിന്ത്യർ ലേഖനത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളാരും കർത്തൃമേശ നടത്തരുത്. കാരണം എഫേസ്യ ലേഖനത്തിൽ എവിടെയാണ് കർത്തൃമേശയെ പറ്റി പറയുന്നത്? ഇപ്പം ഞാൻ പറയാം, വെളിപ്പാട് പുസ്തകത്തിൽ കർത്തൃമേശ ഇല്ലല്ലോ. അപ്പം ഇത് കന്യകാജനനത്തെക്കുറിച്ച് ബൈബിളിൽ ആകെ 2 വാക്യമുള്ളൂ. അപ്പം നമ്മൾ കന്യകാജനനം വിശ്വസിക്കണ്ട. അപ്പം അതൊക്കെ ഒരു ബാലിശമായ വാദങ്ങളാണ്. പിന്നെ പറയുന്നൊരു വാദമാണ്, ലോകത്തിലുള്ള എല്ലാ ഭാഷയ്ക്കും വ്യാകരണമുണ്ട്, ലോകത്തിലുള്ള എല്ലാ ഭാഷയ്ക്കും അക്ഷരമുണ്ട്. പെന്തക്കോസ്തുകാർ പറയുന്ന ബബ്ബ ബാബ, അതിന് വ്യാകരണമില്ല.
അതിന് അക്ഷരമില്ല, ഭാഷയുടെ ശൈലിയില്ല, ഘടനയില്ല. അറിവ് കുറവ് കൊണ്ടാണ്. കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ ഏതാ? അന്യഭാഷയാണ്. അല്ല, ചെമ്പോലച്ചാൻ പറഞ്ഞ. അപ്പം ഞാൻ പറയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ കമ്പ്യൂട്ടർ ഭാഷയാണ്. എല്ലാവരുടെയും ഉണ്ട് കമ്പ്യൂട്ടർ, സെൽഫോൺ, സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്. കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരമേ ഉള്ളൂ. അതിന് വ്യാകരണം ഉണ്ടോ? അപ്പൊ ഏറ്റവും അഡ്വാൻസ്ഡ് ആൻഡ് പോപ്പുലർ ആൻഡ് സ്ട്രോങ് ലാംഗ്വേജ് ആയ കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് 2 അക്ഷരമുണ്ടെങ്കിൽ അതിനേക്കാൾ ശക്തിയുള്ളതാണ് പെന്തക്കോസ്തുകാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ സ്വർഗീയ ദൈവിക ഭാഷ, മലാഖമാരുടെ ഭാഷ. ഭാഷയ്ക്ക് അക്ഷരം കൂടുന്നുണ്ട്, ശക്തി കൂടത്തില്ല കേട്ടോ. മലയാളത്തിൽ 56 അക്ഷരമുണ്ട്, ഇംഗ്ലീഷിന് 24 അക്ഷരമേ ഉള്ളൂ. ഏത് ഭാഷയ്ക്കാണ് ശക്തി നമുക്കെല്ലാം അറിയാമല്ലോ. അപ്പൊ ഭാഷ അക്ഷരങ്ങളുടെ എണ്ണം കുറയും തോറും ഭാഷയുടെ പവർ കൂടും. നിങ്ങൾ പറ, 56 അക്ഷരമുള്ള മലയാളത്തെക്കാൾ പവർ അക്ഷരം കുറഞ്ഞ ഇംഗ്ലീഷിനല്ലേ? അപ്പൊ 2 അക്ഷരമുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജ് ലോകത്തെ അടക്കി വാഴുമ്പോൾ പെന്തക്കോസ്തുകാരന്റെ അന്യഭാഷയ്ക്ക് 2 അക്ഷരമുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും പിടികിട്ടത്തില്ല. സംഭവം വേറെ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ വ്യാകരണം പഠിക്കാനും ഒന്നും നോക്കാതെ പ്രാപിക്കാനുള്ള പണിയാണ് നമുക്ക് ആലോചിക്കേണ്ടത്. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലെ ആഗ്രഹം അതാ ഞാൻ പറയുന്നത്. കാരണം ഞാൻ പരിശുദ്ധാത്മാവിൽ അറിഞ്ഞപ്പോൾ എല്ലാവരും മോശ ആഗ്രഹിച്ച പോലെ, നിന്റെ ജനം മുഴുവൻ പ്രവചിച്ചിരുന്നെങ്കിൽ, അങ്ങനെ മോശ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ആഗ്രഹം എല്ലാവർക്കും ഈ പരിശുദ്ധാത്മാവിനെ കിട്ടണം, എല്ലാവരും ഈ സന്തോഷം അനുഭവിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞങ്ങൾ പെന്തക്കോസിൽ നിൽക്കുന്ന ബ്രദർകാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, നിങ്ങളെ ഉദ്ദേശിച്ചല്ല ഈ പറയുന്നത്. നിങ്ങൾക്കെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയണം, ആ ഒരു ആഗ്രഹം വരണം. അതാണ് ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നത്, എപ്പോഴും സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നിറയുന്നത് അതൊരു പുതിയ അനുഭവത്തിലേക്ക് മാറുകയാണ്. കാരണം ഈ മുസ്ലിങ്ങൾ നമ്മളെ വിളിക്കുന്നത് പീപ്പിൾ ഓഫ് ബുക്ക് എന്നാണ്. പുസ്തകത്തിൻ്റെ മനുഷ്യർ, മാൻ ഓഫ് ബുക്ക്, പുസ്തകത്തിൻ്റെ മനുഷ്യൻ. പക്ഷേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മാൻ ഓഫ് ഗോഡ്, ദൈവ മനുഷ്യൻ, പീപ്പിൾ ഓഫ് ഗോഡ്, ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവമക്കൾ, ദൈവ മനുഷ്യർ ആയിത്തീരുവാനാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് ഈ ബൈബിളിനെ കൊണ്ടുവച്ചിട്ട് നമ്മളെ പീപ്പിൾ ഓഫ് ബുക്ക് ആക്കുവാൻ, പുസ്തകത്തിൻ്റെ മനുഷ്യരാക്കുവാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ പുസ്തകത്തിൻ്റെ മനുഷ്യരല്ല, ദൈവത്തിൻ്റെ മനുഷ്യരാണ്. എന്നേക്കും ഇരിക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ പൂരിതരായി, ആത്മാവ് നിറഞ്ഞവരായി, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ സ്തുതിച്ച് മുൻപോട്ട് പോകാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജ്ഞാനം നിന്നുപോയി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പോൾ ഉള്ള ജ്ഞാനം ഏതാ? ഞാൻ വിശ്വസിക്കുന്നില്ല ജ്ഞാനം നിന്നു പോയെന്ന്. യാക്കോബ് അപ്പോസ്തലൻ പറയാണ്, സ്വർഗീയമായ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ലാത്ത ജ്ഞാനമൊക്കെ എന്താണ്? പൈശാചികമാണ്. അപ്പൊ എൻ്റെ ബ്രദറൻ സുഹൃത്തുക്കൾ, ദൈവിക ജ്ഞാനം നിന്നുപോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ പുസ്തകം എഴുതുകയും കമൻട്രി എഴുതുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം പൈശാചിക ജ്ഞാനത്തിലാണ്. വേദപുസ്തകമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ പിശാചാണ് നയിക്കുന്നതെന്ന്. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞല്ല, നിങ്ങളെല്ലാം പിശാച് ബാധിച്ച് ഇവിടെ വലിയ ക്രിമിനൽ ഒഫൻസ് നടത്തിക്കൊണ്ടിരിക്കുക എന്നല്ല. നിങ്ങളൊക്കെ വളരെ നല്ല ആളുകളാണെന്ന് എനിക്കറിയാം. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ, സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ, ഇതൊന്നും ദൈവത്തിൻ്റെ ആത്മാവില്ല. ദൈവത്തിൻ്റെ ആത്മാവിലല്ല. ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ ജ്ഞാനം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ബൈബിൾ പറയുന്നത് അത് പൈശാചികവും പ്രാകൃതവുമാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന, അത് ഞാൻ പറയുന്നതല്ല. ഇവിടെ ഒരു വലിയ പണ്ഡിതനായിരിക്കുന്ന ഡോക്ടർ ജോൺ മക്കാർത്തർ അദ്ദേഹം പറയുന്നത്, ഇഫ് എ പേഴ്സൺ ഈസ് ഡൂയിങ് മിറക്കിൾസ് ഓർ സ്പീക്കിംഗ് ഇൻ ടങ്സ് ഇൻ ദിസ് ഇറ, he is damned to hell because he is blasphemy to the Holy Spirit, even if he claims to be a Christian and show sign of regeneration. മക്കാർത്തർ പറയുന്നത്, വീണ്ടും ജനനത്തിൻ്റെതായ എല്ലാ ഗുണവിശേഷങ്ങളും കാണിക്കുന്ന ഒരു നല്ല ക്രിസ്ത്യാനി ആയിരുന്നാൽ പോലും അവൻ അന്യഭാഷ പറയുന്നെങ്കിൽ അവൻ പിശാചിൻ്റെ ആളാണ്. ഷിബു വീഡിയോകൾ പറഞ്ഞ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് എൻ്റെ പാസ്റ്ററാണ് ഇരിക്കുന്ന കെ സി ചാക്കോ പാസ്റ്റർ അദ്ദേഹത്തോട് ഇവർ ചോദിച്ചു. ജോൺ മക്കാർത്തറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അദ്ദേഹം ലോകമെങ്ങും അന്യഭാഷ പറയുന്ന മുഴുവൻ ആളുകളെയും, ഇപ്പോൾ കുറേ ആളുകൾ അന്യഭാഷ പറയുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നവരുണ്ട്, ജീവിതത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, മലിനമായി ജീവിക്കുന്നവരുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ, പക്ഷേ ജോൺ മക്കാർത്തർ വ്യക്തമായി പറയാണ്, ഈവൻ ഇഫ്
ഹി ഷോസ് ദ സൈൻ ഓഫ് റീജനറേഷൻ. വീണ്ടും ജനനത്തിൻ്റെതായ എല്ലാ ഗുണവിശേഷങ്ങളും കാണിക്കുന്ന നല്ല ക്രിസ്ത്യാനി ആയാൽ പോലും അന്യഭാഷ പറയുന്നുവെങ്കിൽ, അത്ഭുതങ്ങളോ അടയാളങ്ങളോ അവൻ്റെ യോഗങ്ങളിൽ നടക്കുന്നുവെങ്കിൽ അവൻ പിശാചിൻ്റെ ആളാണ്, അവൻ നരകത്തിലേക്ക് പോകുമെന്നാണ് ജോൺ മക്കാർത്തർ പറയുന്നത്. യേശു ക്രിസ്തു പറയുന്നതിനെതിരാണ്. യേശു പറഞ്ഞു, ഒരു വൃക്ഷത്തെ തിരിച്ചറിയേണ്ടത് എന്തിൽ നിന്നാണ്? അതിൻ്റെ ഫലങ്ങളിൽ നിന്നാണ്. നല്ല ഫലങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവൻ പിശാചിൻ്റെ ആളാണെന്ന് ജോൺ മക്കാർത്തർ പറയുന്നത്. കാരണം എന്നാണെന്നറിയോ? ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് ഇറ. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം തിരിച്ചു വച്ചിരിക്കുകയാണ്. അത്ഭുതങ്ങളുടെ കാലം എന്നൊരു കാലമുണ്ട്. യോശുവയുടെയും മോശയുടെയും കാലത്താണ് അത്ഭുതം ഉണ്ടായിരുന്നത്. പിന്നെ ഏലിയാവിൻ്റെയും എലീശയുടെയും കാലത്തായിരുന്നു അത്ഭുതം. പിന്നെ യേശുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും കാലത്താണ്. ഇങ്ങനെ അത്ഭുതങ്ങളുടെ 3 കാലഘട്ടമുണ്ട്. അതിനിടയ്ക്കൊന്നും അത്ഭുതം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ദൈവത്തെ ഇവരുടെ സിദ്ധാന്തത്തിൻ്റെ തീപ്പെട്ടിക്കകത്ത് അടച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. അത്ഭുതങ്ങളുടെ കാലം എന്നൊരു കാലമല്ല, അത്ഭുതങ്ങളുടെ ദൈവം എന്നൊരു ദൈവമാണുള്ളത്. ആ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ വേണ്ടി ബൈബിൾ എടുത്തുകൊണ്ട് വാടാ, ഞാൻ നോക്കട്ടെ എപ്പോൾ അത്ഭുതം ചെയ്യാൻ പറ്റുന്നെന്ന് മാലാഖമാരോട് പറഞ്ഞു. മാലാഖമാരും എല്ലാം കൂടെ ഇരുന്ന് ബൈബിൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അപ്പോൾ ജോൺ മക്കാർത്തറിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജോൺ മക്കാർത്തർ പറഞ്ഞതാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അന്യഭാഷ പറയുന്നുണ്ടെങ്കിൽ അവരെ പിശാചിൻ്റെ ആളുകളാണ്, അവർ നരകത്തിലേക്കാണ് പോകുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നമ്മൾ പുസ്തകത്തിൻ്റെ ആളുകളല്ല. ലോകത്തുള്ള എല്ലാ മതങ്ങൾക്കും ഒരു മതഗ്രന്ഥമുണ്ട്. എല്ലാ മതങ്ങൾക്കും, ലോകത്തുള്ള എല്ലാ മതങ്ങൾക്കും ഒരു വിശുദ്ധ സ്ഥലവുമുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ഒരു വിശുദ്ധ സ്ഥലത്തെക്കുറിച്ച്, ഒരു മതഗ്രന്ഥത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. തൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകാനിരിക്കുന്ന ഒരു ബൈബിളിനെ കുറിച്ചോ ഒരു പുസ്തകത്തെക്കുറിച്ചോ എന്തെങ്കിലും സൂചന നൽകിയോ? ഇങ്ങനെ ഒരു പുസ്തകം നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കണം. കർത്താവ് തന്നെ നല്ല ഒരു തെറ്റും തർക്കവും ഇല്ല നല്ലൊരു പുസ്തകം എഴുതി കൊടുത്തിട്ട് പോയാൽ മതിയായിരുന്നല്ലോ. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ, അവർ തന്നെ പുസ്തകം എഴുതി കൊടുത്തിട്ട് പോവും. പക്ഷേ പകരം വ്യത്യസ്തമായി തൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്മാരകങ്ങൾ, അനേകർ കെട്ടിടങ്ങൾ, താജ്മഹൽ പോലെയുള്ളത്, രാജാക്കന്മാർ, ഹാങ്ങിങ് ഗാർഡൻ ഓഫ് ബാബിലോൺ, അങ്ങനെയൊക്കെ മഹാന്മാർ നിർമ്മിച്ചപ്പോൾ യേശു ചെയ്തു തന്നെ തൻ്റെ ഭക്ഷണത്തിൽ നിന്നൊരു അപ്പം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വി. ലോകത്താരും ചെയ്യാത്ത കാര്യം. പിന്നെ പറഞ്ഞു, ഈ പുസ്തകം നോക്കി നിങ്ങൾ നടക്കണമെന്നല്ല, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ നയിക്കുവാൻ മറ്റൊരു സഹായകനെ ഞാൻ അയക്കും, പരിശുദ്ധാത്മാവിനെ. അപ്പം യേശു മറ്റ് മതസ്ഥാപകരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അവൻ പുസ്തകം എഴുതി കൊടുക്കാനോ വിശുദ്ധ സ്ഥലം സ്ഥാപിക്കാനോ സ്മാരകം പണിയാനോ ഒന്നും അവൻ നിന്നില്ല. എന്നാൽ ബൈബിൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു? ഞാൻ ബൈബിൾ അംഗീകരിക്കുന്നു 100%. എന്തുകൊണ്ട് അംഗീകരിക്കുന്നു? ദൈവത്തിൻ്റെ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗത്താൽ സംസാരിച്ചതാണത്. അതേ പരിശുദ്ധാത്മാവ് തുടർന്നും സംസാരിച്ചു കൊണ്ടിരിക്കും. ഇവിടെ സൂചിപ്പിച്ച പാസ്റ്റർ നിക്കിയ സുന്നഹദോസിൽ, ആ സുന്നഹദോസിൽ പങ്കെടുത്തവർ ആ ബൈബിളിനെ കാനനൈസ് ചെയ്തു. കാനോനീകരണം. നമ്മൾ ബൈബിളിൻ്റെ കാനോനീകരണം അംഗീകരിക്കേണ്ടി വരും. അത് അംഗീകരിക്കുന്ന അവർക്ക് ആ ജ്ഞാനമുണ്ടായിരുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നത് കൊണ്ട് അവർ അംഗീകരിച്ചു. ആ ബൈബിൾ എന്താണ്? ഒരു ഗൈഡ് ലൈൻ മാത്രമായിട്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. 2 വർഷം തുടർച്ചയായി എഫേസോസിൽ താമസിച്ച് പൗലൂസ് പഠിപ്പിച്ചു. അതിൻ്റെ ടേപ്പൊന്നും നമുക്ക് കയ്യിലില്ല. അവിടുന്ന് എഫേസോസിൽ നിന്ന് പോയി കഴിഞ്ഞ് പിന്നെ 6 അധ്യായം ഇന്നുള്ള നമ്മുടെ എഫേസിലെ എഴുതിയ കറക്ഷൻ ലെറ്ററാണ്. 2 വർഷം കണ്ടിന്യൂസ് പഠിപ്പിച്ചതിൻ്റെ കറക്ഷൻ ലെറ്റർ എഴുതി വിട്ടതാ. ആ കറക്ഷൻ ലെറ്റർ വെച്ചോണ്ട നമ്മൾ ആളാകുന്നത്. ആ എഫേസിൽ ലേഖനത്തിൽ തന്നെ പറയുകയാണ്, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ എഴുതി പിടിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗലൂസ് പ്രാർത്ഥിക്കുന്നത്. എഴുതി പിടിപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി പൗലൂസ് കൊടുത്തേനെ. പൗലൂസ് പറഞ്ഞു, നോ, ഇത് എഴുതി ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അല്ലെ, എഫേസിലേഖനം വായിച്ചു നോക്ക്. എഫേസിലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ബൈബിളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ലേഖനം എന്നൊക്കെ പല പണ്ഡിതന്മാരും വിവക്ഷിക്കുന്ന എഫേസ് ലേഖനത്തിൽ പൗലൂസ് എഴുതിക്കൊണ്ടിരിക്കുന്നതിനെ പറയാണ്, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് കിട്ടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന്ന് ബാധകമാണ് ആ വാക്യം. നമുക്ക് ആ വാക്യം ബാധകമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ജ്ഞാനവും വെളിപ്പാടും വേണം. അത് നാം പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടും. ജ്ഞാനവും വെളിപ്പാടും പരിശുദ്ധാത്മ സാന്നിധ്യവും അത്ഭുതങ്ങളും കൃപകളും അന്യഭാഷകളും വിവിധ കൃപാവരങ്ങളും ഇല്ലാതെ ക്രിസ്തീയ സഭയ്ക്ക് ഫലപ്രദമായി മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. യേശു ക്രിസ്തു അങ്ങനെയാണ് ആഗ്രഹിച്ചത്. അതാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. അതിന് വിരുദ്ധമായിട്ട് ഒന്നുമില്ല, ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് നമുക്ക് മാനുഷികമായി ചില ബന്ധങ്ങളോ ചില കടപ്പാടുകളോ ഒക്കെ ഉണ്ടെങ്കിലും
ആ കടപ്പാടുകളെ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട് ഇപ്പം ശിശുസ്നാനം കാത്തിരിക്കേണ്ട. പിന്നെ അദ്ദേഹം പറഞ്ഞു ദൈവാത്മാവിനാൽ നടത്തുന്നവരാണ് ദൈവമക്കളെന്ന് ഞാൻ പറഞ്ഞെന്ന്. പിന്നെ അതിനെ ഖണ്ഡിക്കാൻ അദ്ദേഹം ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഡ്രൈവർ എന്തോ വണ്ടി ഓടിക്കുന്നു, അപ്പോൾ വചനത്തെ ഉദാഹരണം വെച്ച് ഖണ്ഡിക്കരുത്. വചനത്തെ ഖണ്ഡിക്കേണ്ടി ഈ വചനത്തിൽ നിന്ന് തന്നെ ഒരു തെളിവ് കൊണ്ടുവന്നു. അങ്ങനെയാണ് എന്തെല്ലാം ഉദാഹരണം പറഞ്ഞ് നമുക്ക് ഖണ്ഡിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ വചനം കൊണ്ട് ഖണ്ഡിക്കുകയോ വചനത്തിൽ ഇങ്ങനെയുണ്ട് സഹോദര അത് തെറ്റാണ് എന്ന് പറയുകയോ ചെയ്യുക. നമ്മൾ കാത്തിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരാണ് ദൈവമക്കൾ. അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്. ദൈവാത്മാവ് നമുക്ക് ദൈവമക്കളാകാൻ അധികാരം തന്നെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ആ ചെറിയ തരത്തിലുള്ള ആത്മാവിനെ പ്രാപിച്ചുകൊണ്ടല്ല, ആത്മാവിൻ്റെ വലിയ അളവ്. അവിടെ യെഹെസ്കേൽ പ്രവചനത്തിൽ അത് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ടർ അത് നദി കണ്ടുകൊണ്ടിരിക്കുക എവിടെ കരയ്ക്ക്, വേറൊരു കൂട്ടർ കാല് മാത്രം നനയ്ക്കുക, വേറൊരു കൂട്ടർ നരിയാണിയോളം മുട്ടോളം അരയോളം ഇങ്ങനെ, പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഴിയാത്ത വലിയൊരുത്. അപ്പം ആത്മാവിന് പല അളവും പല ലെവലുമുണ്ട്, പല അളവിൽ ആത്മാവിന് കിട്ടും എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. ഇതാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു പ്രാവശ്യമായിട്ട് ആത്മാവിനെ കിട്ടും അതുകൊണ്ട് എന്നേക്കും ഇരിക്കണമെന്നല്ല, ശക്തിപ്പെടുത്തുന്ന അനുഭവമാണ്. പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മരിച്ചവരെ വരെ ഉയർപ്പിച്ച യേശു ഗതസമന തോട്ടത്തിൽ ചെന്ന് പിന്നെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ മറുപടിയായി അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്രയേറെ അഭിഷേകം കിട്ടിയ യേശുവിന് വീണ്ടും ആ ക്രൂശീകരണത്തിലേക്ക് പോകാൻ ഒരു ശക്തിപ്പെടുത്തൽ കൂടെ ആവശ്യമായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും വൺ ടൈം ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് മെനി ഫില്ലിങ്സ്, ഒരിക്കൽ നമുക്കൊരു ആത്മസ്നാനം പരിശുദ്ധാത്മ സ്നാനവും ഉണ്ടെങ്കിൽ അത് കൂടാതെ തന്നെ പലതവണ ഫില്ലിങ്സ് ആവശ്യമാണ്, പലതവണ നിറവ് ആവശ്യമാണ്. ഇതൊരിക്കലായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. ഒരിക്കലായിട്ട് പരിശുദ്ധാത്മ സ്നാനവും പിന്നീട് തുടർമാനമായിട്ട് പല പ്രാവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവും നമ്മൾ പ്രാപിക്കണം. അങ്ങനെ നിറവ് പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതം ഫലപ്രദമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അല്ലാതെ നിങ്ങൾ മോശമായ ആളുകളൊന്നുമല്ല, നിങ്ങൾ വളരെ നല്ല ആളുകളാണ്. ഞാൻ എൻ്റെ ആ വാക്കുകൾ എന്തെങ്കിലും തരത്തിലുള്ള വിഷമം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു.